എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഇനി തുടങ്ങി നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ നമുക്ക് യാത്രയുടെ കൂടെ ഒരാളുടെ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും ഇതാരാ കൂടെ ഉള്ളതെന്നല്ലേ. ഇന്ന് യാത്രയുടെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഒപ്പിയെടുക്കാൻ വേണ്ടി നമ്മളൊരു പുതിയ ആളുടെ കൂടെ അടിചേർന്നു. DJ Pocket 3 ഒത്തിരി നാൾ കാത്തിരുന്നിട്ട് കിട്ടിയതാട്ടോ. അതുപോലെ തന്നെ ഞാൻ ഒത്തിരി റിവ്യൂസ് നോക്കി, ഒരു 90% നല്ല അടിപൊളി റിവ്യൂസ് വന്നതാണ്. പിന്നെ മൊബൈൽ ത്രൂ ആയിരുന്നു ഇതുവരെ എല്ലാ വീഡിയോസും എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി ഭംഗിയാവുമല്ലോ. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തിട്ടില്ല, ഇന്നലെ കിട്ടിയുള്ളൂ. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കണം. ഇത് ഒത്തിരി സംഭവമുണ്ട്. പക്ഷെ വാങ്ങിക്കുമ്പോൾ ക്രിയേറ്റർ കോംബോ വാങ്ങിക്കണമെന്നാണ് എല്ലാവരും പറയണത്. അപ്പോൾ അത് തന്നെ നമ്മൾ എടുത്തതാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിനുള്ള എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളും ഇതും കൊണ്ട് വീഡിയോ എടുത്ത് എങ്ങനെയാണെന്നുള്ള ചെറിയ 2-3 ഷോർട്സും ഞാൻ കാണിച്ചു തരാം. എന്നാൽ പിന്നെ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഓപ്പൺ ചെയ്ത് നോക്കാം. ഫുള്ള് ലാമിനേറ്റ് ചെയ്ത കവറൊക്കെയാണ് വെച്ചാൽ മതിയാണ്. DJയുടെ പേരൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബാഗ്. വാട്ടർ പ്രൂഫ് അല്ലാന്ന് തോന്നുന്നു, പക്ഷെ കൊള്ളാം. ഇതിൻ്റെ അകത്താണ് എല്ലാം ഇരിക്കണേ. ഇപ്പോൾ ഇത് കണ്ടോ, ഇത്രയും ക്യൂട്ടായിട്ടൊരു സംഭവം കേട്ടോ. ഇതൊന്ന് കേട്ടോ, ഇതാണ് ഈ ഒരു കവർ പൗച്ചിൻ്റെ അകത്ത്. ഇതെല്ലാം സേഫായിട്ട് ഇരുന്നോളും. ഒത്തിരി സാധനങ്ങളുണ്ട്, ഞാനിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കാണിച്ചു തരാവേ. കേട്ടോ, ഇത്തരം സംഗതികളാണ് കേട്ടോ ഈ ഒരു ബാഗിൻ്റെ അകത്ത് വരുന്നത്. ഇതാണ് ക്രിയേറ്റർ കോംബോ, എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇനി നമുക്ക് ഇത് നോക്കണ്ടേ, ഓണാക്കി നോക്കണ്ടേ. ഓണാക്കി നോക്കുമ്പോൾ കേട്ടോ ഈ ലെൻസിൻ്റെ ഇവിടെ കണ്ടൊരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ മൊബൈലൊക്കെ വാങ്ങിക്കുന്ന പോലത്തെ ഇവിടെ ഊര നോക്കട്ടെ. കണ്ടോ, ഇങ്ങനെ തിരിക്കുമ്പോൾ തന്നെ ഓണായി. നമ്മൾ വേറെ ബട്ടണൊന്നും പ്രസ് ചെയ്യേണ്ടെന്ന് തോന്നുന്നു. ഓണായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ഒരുപാട് സെറ്റപ്പൊക്കെ ചെയ്യാനുണ്ട്. ഇതിന് താഴത്തേക്ക് മൊബൈലിലൊക്കെ ചെയ്യണ ചെയ്താൽ മതി. ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ. ഞാൻ എല്ലാ ഓപ്ഷൻസും നോക്കിയിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ സാധാ ഒരു ചാർജറുണ്ട്, അത് നമ്മൾ കണക്ട് ചെയ്യാം കേട്ടോ. കണക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതേ സിമ്പിളായിട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ 2 സൈഡിൽ ലോക്കുണ്ട്, ആ ലോക്ക് വീഴും. ഇനി ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ചാർജ് കുറയുമ്പോൾ ഇവിടെ പ്രസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ അഡീഷണൽ ബാറ്ററി ഉണ്ടല്ലോ, ഇത് എപ്പോഴും നമ്മൾ ഫുൾ ചാർജായിട്ട് വെക്കണം. നമ്മുടെ പവർ ബാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ C-പോർട്ട് ചാർജറാണ്, ഫുൾ ചാർജായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നേരെ കണക്ട് ചെയ്യുക. അങ്ങനെ തന്നെ കണ്ടോ, 2 സൈഡിൽ നിന്ന് ക്ലിപ്പ് ചെയ്തേക്കാം. അത് ചെയ്യുമ്പോൾ ഇവിടെ ലൈറ്റ് ഉണ്ട്, ലൈറ്റ് കണ്ടോ. ഇപ്പോൾ ഇവിടെ ചാർജിങ്ങും കാണിക്കും കറക്റ്റായി. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സൈസ് കിട്ടും, ഒരു ഗിംബലിൻ്റെ സൈസ് കിട്ടും. ഇനി ഇതിൽ കൂടുതൽ സൈസ് വേണമെങ്കിൽ നമുക്ക് ട്രൈപോഡ് ഉണ്ട്, അതുകൂടി കണക്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇത്ര ഹൈറ്റായി. DJയുടെ ഗിംബൽ എൻ്റെ അടുത്തുണ്ട്, അതിന് ഇത്ര ഹൈറ്റ് ഇല്ലാന്ന് തോന്നുന്നു, അതിൽ കൂടുതൽ ഹൈറ്റായി. ഇനി നമുക്കിത് കേട്ടോ ഇതുപോലെയും നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മുടെ ഒരു വൈഡ് ലെൻസ് ഉണ്ട്, അത് നമുക്ക് നേരെ ഇവിടെ കണക്ട് ചെയ്യാം കേട്ടോ. അതൊരു മാഗ്നറ്റിക് ഇതാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വൈഡായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റും. അതിൻ്റെ ഒരു ചെറിയ ഷോർട്സ് ഞാൻ ഇപ്പോഴത്തെ ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കേസ് വരുന്നത് നമുക്ക് അതിനകത്ത് നമുക്ക് ക്യാമറ നമുക്ക് സേഫായിട്ട് വയ്ക്കാൻ പറ്റും. അപ്പോൾ അതിന് മുമ്പ് ഇത് കണ്ടോ, നമ്മുടെ വൈഡ് ആംഗിൾ ലെൻസ് അത് വെക്കാണ്ടൊരു പോർഷൻ ഇവിടെ കേട്ടോ. കണ്ടോ, മാഗ്നറ്റിക് ആണ്, ജസ്റ്റ് വെച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ മൈക്കിൻ്റെ മാഗ്നറ്റിക് ടിപ്പ് ഉണ്ടല്ലോ, അത് നമുക്കിവിടെ വയ്ക്കാം കണ്ടോ. അതിന് പുറമെ ക്യാമറ ജസ്റ്റ് നേരെ തിരിച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് പിടിച്ചുകൊണ്ട് നടക്കാനായിട്ട്. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാട്ടർ പ്രൂഫ് അല്ല, മഴയത്തും കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് ഞാൻ എവിടെ സെർച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. മഴ വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ പണി കിട്ടും. ആ സമയത്ത് നമ്മൾ ഫോൺ യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇതൊക്കെയാണ് എനിക്ക് ഇതിനകത്തുനിന്ന് ജനറലായിട്ട് മനസ്സിലായത്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് ക്യാമറയുടെ ക്വാളിറ്റിയും വീഡിയോ ഒക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയണം. പിന്നെ ഇതിനകത്ത് ഒരുപാട് സെറ്റിങ്സിലൊക്കെ ചെയ്യാനുണ്ട്, അതൊന്നും ചെയ്തല്ല. പിന്നെ പറയാൻ മറന്നുപോയി, ഇത് കണ്ടോ 1, 2, 3 മൈക്ക്. ഈ ഗിംബിലുമ്പോൾ തന്നെ 3 മൈക്കുണ്ട്. അഡീഷണൽ ഒരു മൈക്ക് വേറെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആരെങ്കിലൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർക്കിത് കൊടുത്തിട്ട് നമ്മൾ ഈ ഗിംബൽ പിടിച്ചാൽ മതി കേട്ടോ. നല്ല ക്ലാരിറ്റി തന്നെ നമുക്കിത് മൈക്കിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ഉദിക്കല്ല, അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കണം. റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എവിടേക്ക് തിരിയണോ അവിടേക്ക് ക്യാമറ നമ്മുടെ കൂടെ തന്നെ വരും. നോക്കി കണ്ടോ, അതൊരു രസമല്ലേ, നോക്കി അടിപൊളിയല്ലേ.
ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡി ജെയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് പോക്കറ്റ് 3 ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോക്കറ്റ് 3യിൽ ഷൂട്ട് ചെയ്യണതെല്ലാം ആപ്ലിക്കേഷനിൽ വരും. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും ഈ റീൽസോ അല്ലെങ്കിൽ ഷോർട്സോ ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഇത് നമ്മുടെ ക്യാമറ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. വീടിൻ്റെ അടുത്തുള്ള പാർക്കിൽ വന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഡി ജെ പോക്കറ്റ് 3 വെച്ച് ഷൂട്ട് ചെയ്യണം കേട്ടോ. എന്താ ക്ലാരിറ്റി എന്ന് അറിയാമോ? പിന്നെ എനിക്ക് ഇതിനകത്തൊരു ഡൗട്ടുള്ളത്, നമ്മുടെ ഇപ്പോൾ ആ വീഡിയോൻ്റെ ലെഫ്റ്റ് സൈഡ് കണ്ടോ ഡി ജെ പോക്കറ്റ് 3 നമ്മൾ കാണിക്കുന്നുണ്ട്. അത് എങ്ങനെ മാറ്റണേന്ന് നോക്കിയിട്ട് എനിക്കൊരു പിടുത്തം കിട്ടണല്ലോ. അതറിയാവുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു കേട്ടോ. ഞാൻ കുറച്ച് സെർച്ച് ചെയ്ത് നോക്കി, ഒന്നും നടപടി ആവുള്ള. പക്ഷേ എന്തായാലും സംഭവം പൊളിയാട്ടോ, ഒന്നും കളയാനില്ല. അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.